ഇന്നത്തെ പണി ഇതാ കുറച്ച് കോളിഫ്ലവറിന്റെ തൈകൾ നട്ടു കൊടുക്കുകയാണ്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി, ഏകദേശം 2 ആഴ്ചത്തോളമായി നമ്മൾ റെയിൻ ഷെൽട്ടറിനുള്ളിൽ വെച്ചിട്ട്. പിന്നെ സമയം കിട്ടിയില്ല നടാനൊക്കെ ആയിട്ട്. പിന്നെന്ത് ചെയ്യും, നമുക്ക് ഇതൊക്കെ ഒന്ന് നട്ടു കൊടുക്കാം. ഇത്രയും തൈകളുണ്ട് കേട്ടോ, കണ്ടില്ലേ? ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ട്രേ തൈകൾ കിട്ടിയുള്ളത്. എല്ലാവരും വാങ്ങിച്ചിട്ട് നമ്മൾ ലാസ്റ്റാണ് അന്ന് കൃഷിഭവനിൽ എത്തിയത്. അപ്പം നമുക്ക് എന്ത് ചെയ്തു, എല്ലാവരും കൊണ്ടുപോയി ബാക്കിയായിട്ട് അങ്ങനത്തെ കുറേ ട്രേയിൽ കോളിഫ്ലവറിന്റെ തൈകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വഴുതനയും തന്നിട്ടുണ്ട്. വഴുതന കുറച്ച് കൂടുതലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, റെയിൻ ഷെൽട്ടറിലും പുറത്തൊക്കെ ആയിട്ട് നടണം. അതും നട്ടിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാം, ഇത് ചട്ടിയിൽ വേഗം നട്ടു കൊടുക്കാം. നമ്മളിതാ ചട്ടിയിൽ നനച്ചു കൊടുക്കുക. ഇന്ന് വെറൈറ്റി ചട്ടിയിലായിട്ട് നടന്ന് പല സൈസിലുള്ള ചട്ടികളാണ് നമ്മൾ ഇതിൽ നടണം എന്നായിരുന്നു വിചാരിച്ചത്. ഈ ചട്ടികൾ കുറച്ച് കൂടുതൽ ഇറക്കിയത് നമ്മൾ. അപ്പോൾ എന്താക്കി, ഉമ്മ ബെഡ് റോസും കാര്യങ്ങളും, അതായത് പൂച്ചെടികളൊക്കെ ഒന്ന് മാറ്റി നട്ടു. ചട്ടികളൊക്കെ ഒന്ന് ഒഴിവാക്കിയപ്പം ബെഡ് റോസും ജെറീനൊക്കെ ഇതിലൊക്കെ ഇങ്ങനത്തെ ചട്ടിയിൽ നട്ടിട്ട് ചട്ടികൾ കഴിഞ്ഞുപോയി. അപ്പം അതിന് ഒഴിവാക്കിയ കുറച്ച് മൺചട്ടികളുണ്ട്. ഇതൊക്കെ പൂച്ചെടികൾ നട്ടിട്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ കോളിഫ്ലവർ നടാനൊക്കെ ഇങ്ങനത്തെ ചട്ടികൾ തന്നെ മതി. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈ ഒരു വലിപ്പം മതി കേട്ടോ. കോളിഫ്ലവർ ആയതുകൊണ്ട് ഓരോ വലിയ ചട്ടികളൊന്നും വേണ്ട. നമ്മൾ പക്ഷേ ഒരു ചട്ടിയിലാക്കിയ നല്ല ഭംഗി ഉണ്ടാകുന്ന വെച്ചാൽ മൊത്തം ആ ചട്ടി എടുക്കാന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞില്ല. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ചട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ അതിന് കുറച്ച് മണ്ണുണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് ചെറിയ ചട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം കൂടെ ആയിട്ട് നമുക്ക് നടാം. നമ്മൾ ഗ്രോ ബാഗും ചട്ടികളൊക്കെ നിറയ്ക്കുന്നതിന്റെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണിച്ചു. അപ്പോൾ കരിയിലുണ്ട്. നമ്മൾ അടിയിൽ ഇട്ട് കൊടുക്കാൻ ഓടിന്റെ പൊട്ട് എടുത്തിട്ടുണ്ട്, വെള്ളം വലിയാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം വലിയ മാത്രമല്ല, ഇതുപോലെയുള്ള ഹോള് അടഞ്ഞു പോകും. നമ്മൾ ഡയറക്റ്റ് മണ്ണും കരിയിലൊക്കെ വെച്ച് കഴിയുമ്പോൾ അടഞ്ഞു പോകാൻ ഒരു ഗ്യാപ്പ് കിട്ടും ഓട് വെക്കുമ്പോൾ. അപ്പോൾ അതിന് ഗ്യാപ്പിലൂടെ ഒക്കെ വെള്ളം വാർന്നു പോകും. അതിനു വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിയുന്നതനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗും ചട്ടിയൊക്കെ നിറയ്ക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. ഇതിൽ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ എന്നും ചേർക്കുന്ന തന്നെ മണ്ണ്, മണൽ, കുമ്മായം ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൽ ജൈവവളമായിട്ട് ഇപ്രാവശ്യം ആട്ടിൻ കാഷ്ടവും പിന്നെ നല്ല വേരോട്ടം കിട്ടാനും നമ്മൾ ചകിരിച്ചോറിനൊക്കെ പകരം നമ്മൾ ഉപയോഗിക്കുന്ന എന്താ, നമ്മളെ കോഴി ഷെഡിലെ അറക്കപ്പൊടി, അതും കൂടെ മിക്സ് ചെയ്തപ്പോൾ അത് ഇട്ടപ്പോൾ നമുക്ക് ചകിരിച്ചോറ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നല്ല വേരോട്ടം കിട്ടും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. മഴ ആയതുകൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ കേട്ടോ. അതിലൊരു കയ്പേൻ്റെ ഇതൊക്കെ മുളച്ചിട്ടുണ്ട്. കോഴി ഷെഡിൽ നിന്നുള്ള എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ല, പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നതിലൊക്കെ വരുന്നത്. അത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, ആദ്യം തന്നെ ഒരു ചട്ടി ഇറക്കി പോയാൽ, ഏതായാലും എല്ലാ വീഡിയോയിലും നമ്മൾ ചട്ടി ഇറക്കി കാണിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് വേഗം ഇതൊക്കെ നിറച്ചു വെക്കണം. മഴക്കാലം പിന്നെയും വരുന്നുണ്ട്. മഴ ഒരു ഗ്യാപ്പ് തന്നുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് നടാ വെച്ചത്. നമ്മൾ തൈകൾ കുറച്ച് വാടിയ പോലെ ഉണ്ട് കേട്ടോ. വാടിയ തൈകളെല്ലാം നമ്മൾ 2 സൈറ്റ് നനച്ചു കൊടുത്തിട്ടില്ല. പെട്ടെന്ന് നടാന്ന് വെച്ചാൽ ഇന്നലെ നടാന്ന് വെച്ചപ്പോൾ ഇന്നലെ ചെണ്ടുമല്ലിയൊക്കെ പറിച്ചു കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പുതിയ ചട്ടിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാ, അതിന്റെ വെള്ളം കൊഴിഞ്ഞുള്ള ഹോള് കണ്ടില്ലേ, ഇതുപോലെ അടഞ്ഞിറക്കുന്നുണ്ടാവും. അങ്ങനെ കമ്പനി അടിച്ചു വരുന്നല്ലേ. അപ്പൊ അതൊന്ന് പൊട്ടിച്ച് കളയണം. നല്ല ഉറപ്പുണ്ട് കേട്ടോ. അത് അതാ സാധനം പൊട്ടിച്ച് കളയണം. രണ്ട് ഹോളിലുണ്ട്. ഇത് പെട്ടെന്ന് കിട്ടി. ഇത് നമ്മൾ മാറ്റിയിടണം കേട്ടോ. വേണ്ട, ഹോൾ നല്ല സെറ്റ് ആയിട്ട്. ഇനി നമ്മൾ എന്ന് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ഓടിൻ്റെ പൊട്ട്, അധികമൊന്നും വേണ്ട, ഇത്ര മതി. ഒന്ന് ഓടിൻ്റെ പൊട്ട് വെച്ചിട്ട് നമ്മൾ കരിയിലിടുക. കരിയിലിപ്പോൾ ഇഷ്ടം പോലെ, പ്ലാവിൻ്റെ ഒക്കെ ഇല പോയിരുന്ന സമയം ആയതുകൊണ്ട് ഇഷ്ടം പോലെ കരിയിലുണ്ട്. പക്ഷെ കുറച്ച് നനഞ്ഞിട്ടുണ്ട് മഴ കാരണം. ഇനി നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചട്ടിയും ഗ്രോ ബാഗൊക്കെ നിറയ്ക്കുമ്പോൾ ഇത് ആദ്യം റെഡി ആയിരിക്കണം കേട്ടോ. നമുക്ക് നിറയ്ക്കാനുള്ള ഇത് മണ്ണും വളമൊക്കെ ഇട്ട് വെച്ചത് ആദ്യം മിക്സ് ചെയ്ത് വെക്കണം. അതേ ഇതിലൊരു പണിയുള്ളൂ നിറയ്ക്കുന്നതിൽ. ഇത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് നിറയ്ക്കലൊക്കെ പെട്ടെന്ന് കഴിയും. ഇപ്പം മുഴുവനായിട്ട് തന്നെ ഒരു അത്യാവശ്യം നിറയ്ക്കുക. എന്താ വെച്ചാൽ ക്യാബേജിനും കോളിഫ്ലവറിനൊക്കെ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് കഴിഞ്ഞ് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം. പുറത്ത് ഓപ്പൺ സ്ഥലത്തൊക്കെ നടുമ്പോൾ നമ്മൾ അരിക്ക് മണ്ണ് വെച്ച് കൊടുക്കും കുറച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ. അപ്പം അതുപോലെ ഇതിനൊക്കെ മണ്ണ് അരിക്ക് വെക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മുഴുവനായിട്ട് നിറയ്ക്കുന്നില്ല, കുറച്ച് നിറച്ചിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക, മണ്ണും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇത്ര മതി. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് നിറച്ചിട്ടുണ്ട്. അപ്പം ഇനി വേഗം തന്നെ മറ്റേതൊക്കെ നിറയ്ക്കണം. അതൊന്നും ഒരു പണി വിട്ടുപോയി. ഉമ്മ ചെണ്ടുമല്ലി ഇവിടെ ഇങ്ങനെ പറിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. ഉമ്മ ഒന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നവമിക്ക് ഇന്നും കുറേ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കൊട്ട വേണം. അപ്പം ഇതിവിടെ ചെറിയ ഇവിടെ കൊണ്ടുവച്ചിട്ട് മറന്നുപോയി. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കില്ലേ എന്നിട്ട് തിരക്ക് ഇന്ന് മറന്നു. ഇതാണ്ടോ ഓറഞ്ച് നോക്ക് ഒക്കെ. ഇനി ഉമ്മ രാവിലെ തുടങ്ങിയത് പറിക്കാൻ, ഇനി കുറേ പറിക്കാണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഇനി ഓർഡർ ഉണ്ട്. നമുക്ക് നല്ല ഓർഡറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നവമി ആയതുകൊണ്ട് ഉമ്മ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് എന്തായാലും ഒന്ന് കൊണ്ടേ കൊടുത്തിട്ട് നമുക്ക് മറ്റു ചട്ടികളൊക്കെ നിറച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചട്ടികളൊക്കെ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവെക്കണതാ. കുറച്ചും കൂടെ നിറയ്ക്കാനുണ്ട് കേട്ടോ. നമ്മൾ തൈകൾ എണ്ണി നോക്കിയപ്പോഴാണ് 40 തൈകളുണ്ട്. കുറച്ച് തൈകൾ എന്ന് പറഞ്ഞാൽ 40 തൈ ഉണ്ട്. അപ്പോൾ ഒരു 10 തൈ മാറ്റിയിട്ട് 30 ചട്ടി നമ്മളിപ്പോൾ നിറയ്ക്കുന്നുണ്ട്. 10 തൈ നമുക്ക് പോക്ക് തൈ ആയിട്ട് മാറ്റി വെക്കണം. ചിലതൊക്കെ വാടിപ്പോവുക ചെയ്യും. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമുക്ക് ട്രോളി കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകാം. തൈകൾ നടുന്നത് നമ്മൾ അവിടെ വെച്ചിട്ടാണ് കേട്ടോ. എന്താ
ഇനി പിന്നെയും ഇളകുമല്ലോ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അവിടെ വെച്ച് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൈകൾ അവിടുന്ന് നടാം. ഒരു 4 വെച്ച് കൊണ്ടോട്ടെ, എന്നാലും തീരുള്ളൂ. മഴ പിന്നെ ഇതങ്ങനെ പൊടിയുന്നുണ്ട്. നട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു മഴ കിട്ടുന്നൊക്കെ നല്ലതുമാണ്. വലിയ മഴ വരാമെന്നാൽ അപ്പോൾ അങ്ങോട്ട് പോവാ. നമ്മൾ നടുന്ന സ്ഥലേ നടുന്നല്ല, കൊണ്ടുവെക്കുന്ന സ്ഥലം. നടുന്ന സ്ഥലം ആയിപ്പോയി. കൊണ്ടുവെക്കുന്ന സ്ഥലം ഇതവിടെയാണ്, കാണിച്ചു കൊടുക്കാം. നമ്മള് പന്തലിട്ട സ്ഥലം കണ്ടില്ലേ, നമ്മള് കോവിൽ നടാൻ വേണ്ടി പന്തലിട്ട സ്ഥലമാണ്. മുകളിൽ നമ്മളെ കോവിൽ നടുന്നതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നതാ. കോലിപ്പോ കയറി വരുന്നുണ്ട്, കണ്ടില്ല? കോവിൽ നമ്മുടെ പടർന്നങ്ങനെ കയറുന്നുണ്ട്. ഇവിടെ കണ്ടപ്പോൾ നല്ലൊരു സ്പേസ്, നല്ല വെളിച്ചുണ്ട്. കോവലൊക്കെ പടർന്ന് മുകളിലെത്തി അതിന്റെ ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 വട്ടെങ്കിലും നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലൊക്കെ ആയിട്ട് ഇതുപോലെ പച്ചക്കറി വെക്കാം. അത് ഈ ഷീറ്റ് കണ്ടില്ലേ, ഈ ഷീറ്റ് ഇങ്ങനെ കാറ്റ് തട്ടി കഴിഞ്ഞാൽ, കല്ല് മാറി കഴിഞ്ഞാൽ അപ്പം പൊന്തും. ഞാൻ പറഞ്ഞത് മണ്ണിലൊന്ന് സെറ്റായി കിട്ടണം, കളം മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിരിച്ച ഷീറ്റ്. അപ്പോൾ ഈ ഷീറ്റ് വെച്ചതിന് മുകളിലാണ് ഇപ്പം നമ്മൾ ചട്ടികളൊക്കെ കൊണ്ടുവെക്കുന്നത്. ഇത് പൊന്തി കിട്ടും, അല്ലെങ്കിൽ പൊന്തുന്ന കുറെ ഒഴിവാക്കി കിട്ടും കേട്ടോ. ചട്ടികളൊക്കെ എടുത്ത് വെക്കട്ടെ. ഒരു തലയ്ക്ക് നമുക്കിങ്ങനെ ചട്ടി വെച്ച് തരാം. 2-3 ഐറ്റം ചട്ടി ഉള്ളതുകൊണ്ട് ഓരോ ഐറ്റം ഒരു ഭാഗത്തേക്ക് വെച്ച് അങ്ങനെ വരാം. എന്തായാലും ഷീറ്റ് പൊന്തൂല, കുറച്ച് നമ്മൾ നടുന്ന ഡിസ്റ്റൻസ് തന്നെ വെക്കട്ടോ. നടുമ്പോൾ നമ്മളൊരു 1/4 അടി 1 അടീൻ്റെ അടുത്ത് ഗ്യാപ്പ് ഇടല്. ഇത് നമുക്ക് കുറച്ചുകൂടെ വിട്ട് വെക്കാം. അധികം നമുക്ക് ഇതിൻ്റെ കൂടെ നടന്നു പോകണമെങ്കിലൊക്കെ എന്തെങ്കിലും പണികൾ എടുക്കാൻ എളുപ്പം. പിന്നെ അത്ര ചട്ടികളില്ലല്ലോ. നമ്മൾ ഓപ്പൺ സ്ഥലത്തൊക്കെ നടുമ്പോൾ 1/4 അടിക്കാണ് ക്യാബേജും കോളിഫ്ലവറൊക്കെ നട്ടു കൊടുക്കുക. അടുപ്പിച്ച് തന്നെ നടുക, അധികം വിടൂല. അങ്ങനെ വെച്ചേക്കാം. ഇനിയിപ്പോൾ മഴ പിന്നെയും തുടങ്ങി. അപ്പോൾ ചട്ടികളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ല ഡിസ്റ്റൻസിലായിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ കുറെ ചട്ടികൾ കൊള്ളും. 10-30 ചട്ടികൾ നമ്മൾ നിറച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാ ഭാഗത്തും വെച്ചത് നമ്മൾ അടിയിൽ വെച്ച ഷീറ്റിന് കല്ലിന്റെ ആവശ്യമില്ല, ഇതിങ്ങനെ പൊന്തി പോവില്ല. അപ്പൊ അത് അമർന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടെ ചട്ടികൾ ഓർഡർ ചെയ്തിട്ടുണ്ടാകും. വന്നിട്ട് വഴുതനയും കൂടെ കുറച്ച് നമുക്ക് ഇതുപോലെ വലിയ ചട്ടിയിലാക്കി വെക്കണം. പിന്നെ നട്ടു കൊടുക്കുക. മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ ആദ്യം ഒന്ന് പെയ്ത് നിന്ന് പിന്നെ ഇത് തുടങ്ങി. അപ്പൊ അതാ നടുമ്പോ ശ്രദ്ധിക്കണ്ടേ, ഇത് കണ്ടോ, സ്യൂഡോമോണസ് കലക്കി വെച്ചതാട്ടോ. അപ്പൊ നടുമ്പോ നമുക്ക് ഏറ്റവും നല്ലത് എപ്പോഴും ഇതുപോലെ തൈ എടുത്തിട്ട്, തൈകളാണെങ്കിലും വാടിയിട്ടൊരു ഇതില്ല, റെഡിയാവും. ഇതെങ്ങനെ എടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം സ്യൂഡോമോണസിൽ മുക്കി വെക്കുന്നതല്ല, മുക്കിയിട്ട് നട്ടു കൊടുക്കുക. മുക്കിയിട്ട് നമുക്ക് കുഴിയെടുത്ത് പോലെ നട്ടു കൊടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. അധികം മൂടണ്ട. അതെന്തായാലും ഇതെന്തായാലും മണ്ണിരിക്കും കേട്ടോ. നമ്മളെ കരിയിൽ ഇരിക്കുന്ന സമയത്തും പിന്നെ എന്തായാലും നനഞ്ഞു കഴിയുമ്പോഴൊക്കെ ഒന്ന് മണ്ണിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ക്യാബേജിനും കോളിഫ്ലവറിനൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മണ്ണ് കൂട്ടുന്ന പോലെ ഇത് മണ്ണ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ സ്യൂഡോമോണസ് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഇതിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാത്തിൻ്റെ ചുവട്ടിലും ഒന്ന് നനച്ചു കൊടുക്കലുമായി. അപ്പം ആദ്യം ഒന്നിങ്ങനെ മുക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. കുറേ ഇങ്ങനെ ഉണ്ടാകുന്ന ചീച്ചിലും കാര്യങ്ങളൊക്കെ സ്യൂഡോമോണസ് മുക്കി കഴിഞ്ഞാൽ പോകും. പിന്നെ നല്ല പെട്ടെന്ന് വേരുകൾ പിടിക്കും. നമ്മൾ ഈ നട്ട മണ്ണിലേക്ക് വേരുകൾ പെട്ടെന്ന് പിടിച്ചോളും. ഇത് വേഗം നട്ടും കൊടുക്കട്ടെ. അപ്പൊ ഈ ചട്ടി ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ, ചെറിയ ചട്ടിയാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഉമ്മി ഞാനും ചെറിയൊരു വാക്കുതർക്കത്തിലാട്ടോ. എന്താ വെച്ചാൽ ഉമ്മ പറഞ്ഞ് ഈ ചട്ടിയിൽ കോളിഫ്ലവർ അത്ര നന്നായി കിട്ടില്ല എന്നാ. ഞാൻ പറഞ്ഞത് കോളിഫ്ലവർ ആയതുകൊണ്ട് സെറ്റായി കിട്ടുന്നതാണ്. നോക്കാം, എന്തായാലും നല്ല വളം കൊടുക്കേണ്ടി വരും. ചട്ടിക്ക് ചെറിയ സ്പേസ് കുറവുണ്ട്. പിന്നെ കോളിഫ്ലവർ ആയതുകൊണ്ട് ഈ ചട്ടി എടുത്തത്, വേറെ ചട്ടി ഇല്ല. ഇത് നട്ടു കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒറ്റ വിളവല്ലേ ഉള്ളൂ. ഇങ്ങനെ കോളിഫ്ലവർ പച്ചമുളകും വഴുതനയും പോലെ അങ്ങനെ കുറേ വിളവൊന്നും കിട്ടൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറച്ച് മണ്ണ് കൂടുതലുണ്ട്, എന്തായാലും ഇരിക്കും. ഈ ചട്ടി ആയതുകൊണ്ട് മണ്ണ് ഇടാനും വയ്യ. കരിയിലും ഓടിന്റെ കഷ്ണമൊക്കെ ഇട്ടപ്പോൾ ചട്ടി അറിഞ്ഞു പോവാണ്. നട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും വെയിൽ വന്ന്, വെയിലും മഴ അങ്ങനെ മാറി വരിക. ഇത് ഇത്രയും തൈകൾ നമ്മളെ മാറ്റി വെക്കുന്നുണ്ട്. തൈകൾ കരുത്ത് കുറവാണ്, ഒന്ന് നടാൻ വൈകി. പിന്നെ എത്ര ക്വാളിറ്റിയുള്ള തൈകളാണെന്ന് നമുക്കറിയില്ല, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ തൈകളല്ലേ. നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ നല്ല ഹൈബ്രിഡ് തൈകൾ നല്ല നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ തൈകൾ എന്താണെന്ന് അറിയില്ല. അപ്പം നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റായി കിട്ടും. അപ്പോൾ നമ്മളിതാ സ്യൂഡോമോണസ് ബാക്കിയുണ്ട്, നമ്മൾ മുഖ്യനും ഇഷ്ടം പോലെ ഉണ്ട് ബാക്കി. അപ്പോൾ അത് എല്ലാത്തിൻ്റെ ചോട്ടിൽ ഇതുപോലെ ഒന്ന് നമുക്ക് നനച്ചു കൊടുക്കലുമായി ഇതായിട്ടൊന്നിങ്ങനെ ഇപ്പോൾ മണ്ണൊന്ന് ഇരുന്ന് ചെയ്തു ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സ്പീഡിൽ ഒഴിക്കാൻ വയ്യ, ഇപ്പോൾ നട്ട് കഴിഞ്ഞുകൊണ്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ശീതകാല പച്ചക്കറി തൈകളൊക്കെ ഞങ്ങൾ നടാനാവുന്നേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മാസം ലാസ്റ്റ്, അതായത് ഒക്ടോബർ ലാസ്റ്റോട് കൂടെയാണ് നമ്മൾ നട്ടു കൊടുക്കുക. നല്ല മഴയാണെങ്കിൽ മാത്രമേ അതിൽ മാറ്റം വരുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും നട്ടു കൊടുക്കാം. ഇതിങ്ങനെ ഞങ്ങൾ നട്ടത് ഇങ്ങനെ തൈകൾ കിട്ടിയതുകൊണ്ടാണ്. നമ്മൾ കൂടുതലായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗ്രോ ബാഗിലും ചട്ടിയിലൊന്നല്ല, നമ്മൾ ഓപ്പൺ സ്ഥലത്ത് ഒരു 50 സെന്റ് 1 ഏക്കറൊക്കെയാണ് നമ്മൾ ശീതകാല പച്ചക്കറികൾ നടുന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് നടും. ഇങ്ങനെ തൈകളൊക്കെ കിട്ടിയവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചട്ടിയിലൊക്കെ നട്ടു കൊടുത്താൽ മതി. ഞങ്ങൾ പിന്നെ
വിൽക്കാനുള്ള ആവശ്യത്തിന് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് ഓപ്പൺ സ്ഥലത്തൊക്കെ ചെയ്യുന്നത്. ഇത് പിന്നെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ എപ്പോഴും ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയൊക്കെ ഇതുപോലെ നട്ടുകൊടുത്തത് ഒക്കെ നമ്മൾ ഈ ഒരു സമയത്ത് നടണം. അപ്പൊ ശീതകാല പച്ചക്കറി തൈകളൊക്കെ നടുന്നവരെ ഈ അടുത്ത മാസം പകുതിക്ക് നട്ടുകൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഡിസംബർ ലാസ്റ്റ് ജനുവരി ആദ്യത്തിലൊക്കെ വിളവെടുക്കാൻ സാധിക്കുള്ളൂ. വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇതുപോലെ ചട്ടിയിലും ഗ്രോ ബാഗൊക്കെ നട്ടുകൊടുത്താൽ മതി.